നമസ്കാരം. സ്ട്രൈക്ക് ടോക്കറാണ്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നടത്തിയ മികച്ച പ്രകടനത്തിന്റെ പശ്ചാത്തലത്തിൽ നിയമസഭയിൽ തങ്ങൾക്ക് കൂടുതൽ സീറ്റുകൾ അർഹതയുണ്ടെങ്കിലും അതിനായി മുസ്ലിം ലീഗ് UDFിൽ സമ്മർദ്ദം ചെലുത്തില്ല. നിലവിലെ സാഹചര്യത്തിൽ UDFിനെ സമ്മർദ്ദത്തിലാക്കി ചർച്ച കൂടുതൽ സങ്കീർണമാക്കാൻ ലീഗിന് താൽപ്പര്യമില്ല. കൂടുതൽ ഘടകകക്ഷികളെ മുന്നണിയിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി വിട്ടുവീഴ്ച ചെയ്യാൻ ലീഗ് ഒരുക്കമാണെന്ന സൂചനയാണ് നേതാക്കൾ നൽകുന്നത്. PV അൻവർ, CK ജാനു എന്നിവരെ മുന്നണിയിൽ എത്തിച്ചു കഴിഞ്ഞു. കൂടുതൽ കക്ഷികളെ എത്തിച്ച് മുന്നണി ശക്തിപ്പെടുത്തി ഇടതുഭരണ തുടർച്ചയെ ഇല്ലാതാക്കുകയെന്നതാണ് ലീഗിന്റെ പ്രാഥമിക ലക്ഷ്യം. ഈ ലക്ഷ്യത്തിനു വേണ്ടി പാർട്ടിയുടെ താൽപ്പര്യം ഹാനിക്കാതെ ചില വിട്ടുവീഴ്ചകൾക്ക് തങ്ങൾ ഒരുക്കമാണെന്നാണ് നേതാക്കൾ നൽകുന്ന സൂചന. അത് സീറ്റുകൾ കൂടുതൽ ചോദിക്കാതെയും നിലവിലുള്ള സീറ്റുകൾ വെച്ചുമാറിയുമാകാം. മുൻപ് 24 സീറ്റിൽ മത്സരിച്ചിരുന്ന മുസ്ലിം ലീഗ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 27 സീറ്റാണ് ആവശ്യപ്പെട്ടിരുന്നത്. പിന്നീട് സമവായത്തിന്റെ ഭാഗമായി 25 സീറ്റിൽ മത്സരിക്കാൻ തീരുമാനിച്ചു. അതിൽ 15 എണ്ണത്തിൽ വിജയിക്കുകയും ചെയ്തു. ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലീഗ് മലബാറിൽ മാത്രമല്ല തെക്കൻ ജില്ലകളിലും ശക്തി തെളിയിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അവിടങ്ങളിലും സീറ്റുകൾക്ക് അർഹതയുണ്ടെന്നു തന്നെയാണ് പാർട്ടി കരുതുന്നത്. എന്നാൽ ഇതിന്റെ പേരിൽ കൂടുതൽ സീറ്റുകൾ തങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും അങ്ങനെ തീരുമാനിച്ചിട്ടില്ലെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMS സലാം പറഞ്ഞു. കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുകയെന്നതിലുപരി മത്സരിക്കുന്ന സീറ്റുകളിൽ വിജയം ഉറപ്പാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ജനുവരിയിൽ നടക്കുന്ന മുന്നണി ചർച്ചകളിൽ കൂടുതൽ വ്യക്തതയുണ്ടാക്കാനാണ് ലീഗിന്റെ തീരുമാനം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.